ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ യൂഷ്വലി കേൾക്കുന്നതാണ് ഫ്രോഡ്, അബ്യൂസ് എന്നൊക്കെ. മെഡിക്കൽ കോഡിങ് ആൻഡ് ബില്ലിങ്ങിൽ വരുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഫ്രോഡായിട്ടാണ് കൺസിഡർ ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ അബ്യൂസാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സോ എന്താണ് ഫ്രോഡ്, എന്തൊക്കെയാണ് ഫ്രോഡ് അല്ലെങ്കിൽ അബ്യൂസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് ഹെൽത്ത് കെയർ ഫ്രോഡ് ആൻഡ് അബ്യൂസ്? So, healthcare fraud and abuse refers to illegal practices in the healthcare system that result in unnecessary costs to the system as well as potential harm to patients. അപ്പോൾ ഹെൽത്ത് കെയർ ഫീൽഡിലുള്ള ഫ്രോഡ്, അബ്യൂസ് എന്നൊക്കെ പറയുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള പ്രാക്ടീസുകളെയാണ്. ഇത് കാരണമായിട്ട് ഹ്യൂജ് മണി ലോസും എല്ലാം വരും. സോ അത് പേഷ്യൻസിനെയും ഹാം ചെയ്യാം, അതുപോലെ തന്നെ ആ ഒരു കംപ്ലീറ്റ് സിസ്റ്റത്തിലും അൺനെസസറി ആയിട്ടുള്ള പേയ്മെൻറ്റ് ഇഷ്യൂസൊക്കെ വരാനുള്ള ചാൻസ് വരുത്തും. ഇനി നമുക്ക് വാട്ട് ഈസ് ഹെൽത്ത് കെയർ ഫ്രോഡ് എന്ന് നോക്കാം. ഹെൽത്ത് കെയർ ഫ്രോഡ് ഇൻവോൾവ്സ് ഇൻറ്റൻഷണൽ ഡിസെപ്ഷൻ ഓർ മിസ്ഇൻറ്റർപ്രിട്ടേഷൻ ബൈ ആൻ ഇൻഡിവിജ്വൽ ഓർ എൻറ്റിറ്റി നോയിങ് ദാറ്റ് ദ ഡിസെപ്ഷൻ കുഡ് റിസൾട്ട് ഇൻ സം അൺഓതറൈസ്ഡ് ബെനഫിറ്റ്. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ബെനഫിറ്റിന് വേണ്ടിയിട്ട് ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഒരു ഡോക്യുമെൻറ്റിൽ ഒരു മിസ്ഇൻറ്റർപ്രിട്ടേഷനോ അല്ലെങ്കിൽ ഇൻറ്റൻഷനലായിട്ടുള്ള ഡിസെപ്ഷനോ ഒക്കെ നടത്തുന്നതിനെയാണ് ഹെൽത്ത് കെയർ ഫ്രോഡ് എന്ന് പറയുന്നത്. ഇവിടെ ഡിസെപ്ഷൻ എന്നൊക്കെ പറയുന്നത് ഒരാളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻറ്റൻഷനലായിട്ട് ഒരാളെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരാളെ പറ്റിക്കുക അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റിൽ മിസ്ഇൻറ്റർപ്രിട്ടേഷൻ വരുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഹെൽത്ത് കെയർ ഫ്രോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. കുറച്ച് കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ബില്ലിംഗ് ഫോർ സർവീസസ് നോട്ട് പ്രൊവൈഡഡ്, സബ്മിറ്റിംഗ് ക്ലെയിംസ് ഫോർ മെഡിക്കൽ സർവീസസ്, പ്രൊസീജിയേഴ്സ് ഓർ എക്യുപ്മെൻറ്റ് ദാറ്റ് വെർ നെവർ പ്രൊവൈഡഡ്. ഒരു നടക്കാത്ത ഒരു സർവീസ് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാത്ത ഒരു സർവീസോ പ്രൊസീജിയറോ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റിനോ വേണ്ടിയിട്ട് ബില്ല് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെ അങ്ങനെ ഒരു സർവീസോ പ്രൊസീജിയറോ ഒന്നും നടന്നിട്ടേ ഉണ്ടാവില്ല, പക്ഷെ ഒരു ബില്ല് ജനറേറ്റ് ചെയ്ത് ഇത് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ക്യാഷ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് മേടിക്കുന്നത് ഒരു ടൈപ്പ് ഓഫ് ഫ്രോഡാണ്. നെക്സ്റ്റ് വൺ അപ്കോഡിംഗ് ആണ്. ചാർജിങ് ഫോർ മോർ എക്സ്പെൻസീവ് സർവീസസ് ഓർ പ്രൊസീജിയേഴ്സ് ദാൻ വെയർ ആക്ച്വലി പെർഫോംഡ്. ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു സ്യൂച്ചറിങ് പോലുള്ള പ്രൊസീജിയറൊക്കെ ആയിരിക്കും പെർഫോം ചെയ്തിട്ടുണ്ടാവുക. ഒരു എക്സാമ്പിളാണ്. പക്ഷേ അതിന് പകരം ഒരു മേജർ പ്രൊസീജിയർ പെർഫോം ചെയ്തതായിട്ട് കാണിച്ച് അതിന് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ചാർജ് മേടിക്കുന്നതാണ് അപ്കോഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സിമ്പിൾ റിപ്പയർ ആയിരിക്കും പെർഫോം ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ അതിന് പകരം പേയ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റിൽ സ്റ്റേറ്റ് ചെയ്യുന്നത് ഒരു കോംപ്ലക്സ് റിപ്പയർ ചെയ്തു എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ഈ കോംപ്ലക്സ് റിപ്പയർ വരുമ്പോൾ പേയ്മെൻറ്റിൽ കുറച്ചും കൂടി ഡിഫറൻസ് വരും. സോ അതിനെയാണ് അപ്കോഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ അൺബണ്ടിലിംഗ് ആണ്. സെപ്പറേറ്റിംഗ് സർവീസസ് ദാറ്റ് ആർ നോർമലി ചാർജ്ഡ് ടുഗെദർ ടു ഇൻക്രീസ് ഓവറോൾ റീഇംബേഴ്സ്മെൻറ്റ്. യൂഷ്വലി ഒരുമിച്ച് ടുഗെദറായിട്ട് ചാർജ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനെ സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം എക്സിഷൻ്റെ ഒപ്പം സിമ്പിൾ റിപ്പയർ ബണ്ടിൽഡ് ആണ്. നമ്മളത് പിന്നെ എക്സിഷൻ കോഡ് ചെയ്യുമ്പോൾ പിന്നെ സിമ്പിൾ റിപ്പയർ നമ്മളവിടെ കോഡ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല, ബിക്കോസ് അതവിടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിനെയാണ് ബണ്ടിൽഡ് പ്രൊസീജിയർ എന്നൊക്കെ പറയുന്നത്. ഇനി അൺബണ്ടിലിംഗ് എന്ന് പറയുമ്പോൾ എക്സിഷൻ കോഡ് ചെയ്തതിൻ്റെ കൂടെ തന്നെ സിമ്പിൾ റിപ്പയറും കൂടി കോഡ് ചെയ്യുകയാണ്, സെപ്പറേറ്റ്ലി കോഡ് ചെയ്യുകയാണ്. സോ ദാറ്റ് എക്സിഷൻ്റെ പേയ്മെൻറ്റും കിട്ടും, അതുപോലെ തന്നെ സിമ്പിൾ റിപ്പയറിൻ്റെ പേയ്മെൻറ്റും എക്സ്ട്രാ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പേയ്മെൻറ്റ് കംപ്ലീറ്റ്ലി ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അൺബണ്ടിലിംഗ് ചെയ്യുകയാണ്. യൂഷ്വലി ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ചാർജ് ചെയ്യുന്ന രണ്ട് പ്രൊസീജിയറിനെ സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് അൺബണ്ടിലിംഗ് എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും പറയും സർജിക്കൽ
എൻഡോസ്കോപ്പി ഓൾവേസ് ഇൻക്ലൂഡ്സ് എ ഡയഗ്നോസ്റ്റിക് എൻഡോസ്കോപ്പി എന്ന് പറയും. അതായത് ഒരേ സൈറ്റിൽ തന്നെ ഒരു ഡയഗ്നോസ്റ്റിക്കും ഒരു സർജിക്കൽ എൻഡോസ്കോപ്പിയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സർജിക്കൽ മാത്രമേ കോഡ് ചെയ്യുള്ളൂ. ഇതിന് പകരം ഒരു ഡയഗ്നോസ്റ്റിക് ആദ്യം ഒന്ന് കോഡ് ചെയ്തു, അത് കഴിഞ്ഞ് സെക്കൻഡ് കോഡായിട്ട് സർജിക്കൽ കോഡ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ഈ 2 കോഡും ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ അൺബണ്ടിലിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, യൂഷ്വലി ഇത് രണ്ടും ഒരു കോഡിൽ നമുക്ക് കോഡ് ചെയ്യാവുന്ന കാര്യത്തെ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്യാവുന്ന കാര്യത്തെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്ത് രണ്ടിനുള്ള പേയ്മെൻറ്റ് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അൺബണ്ടിലിംഗ് പെർഫോം ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഫ്രോഡ്. Next one, falsifying diagnosis or medical records using inaccurate information to justify unnecessary test procedures or surgeries. അതായത് ഫോൾസ് ആയിട്ടുള്ള ഡയഗ്നോസിസ് ഡോക്യുമെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് അൺനെസസറി ആയിട്ടുള്ള ടെസ്റ്റ് പ്രൊസീജിയേഴ്സ് സർജറീസ് ഒക്കെ പെർഫോം ചെയ്തു എന്ന് ഇനാക്യുറേറ്റ് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ, അതായത് ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ, കിക്ക് ബാക്സ് ആണ്. റിസീവിങ് പേയ്മെൻറ്റ്സ് ഓർ അതർ ബെനിഫിറ്റ്സ് ഫോർ റെഫറൽസ് ഓർ ഫോർ യൂസിങ് സർട്ടൻ പ്രൊഡക്ട്സ് ഓർ സർവീസസ്. ചില പ്രൊഡക്ട്സോ സർവീസസോ ചെയ്യുന്നതിന് അല്ലെങ്കിൽ യൂസ് ചെയ്തതിനുള്ള റെഫറൽസ് എന്നുള്ള രീതിയിൽ ബെനിഫിറ്റ്സ് ആയിട്ട് പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നതൊക്കെ കിക്ക് ബാക്ക് എന്നാണ് പറയുന്നത്. ഇതും ഒരു ഹെൽത്ത് കെയർ ഫ്രോഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. So next one, healthcare abuse ആണ്. Healthcare abuse involves practices that while not fraudulent are inconsistent with accepted medical business or fiscal practices. These practices may result in unnecessary cost or inappropriate payments by government programs or insurers. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ യൂഷ്വലി മെഡിക്കൽ ബിസിനസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഗവൺമെൻറ് ആയിട്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ളതിനെയൊക്കെ ഒരു യൂഷ്വലി ഉള്ള പ്രാക്ടീസിനെയൊക്കെ അത്ര ഫ്രോഡായിട്ടല്ല, ബട്ട് അതൊരു ഇൻകൺസിസ്റ്റൻ്റ് രീതിയിൽ അതിനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അബ്യൂസ് നടക്കുന്നത്. അതായത് യൂഷ്വലി ഗവൺമെൻറ് തന്നിട്ടുള്ള റൂൾസിലൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ യൂഷ്വലി ഫോളോ ചെയ്ത് വരുന്ന ആ ഒരു പ്രാക്ടീസസിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യുന്നതിനെയാണ് നമ്മൾ അബ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാരണം അൺനെസസറി കോസ്റ്റ് അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് പേയ്മെൻറ്റ്സ് ബൈ ഗവൺമെൻറ് പ്രോഗ്രാംസ് ഓർ ഇൻഷുറേഴ്സ് വരും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ടാക്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റുകൾ ചേഞ്ച് ചെയ്യുന്നത്, അതൊക്കെ ഇപ്പം ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒരു പ്രോപ്പർ റൂൾ ഉണ്ടാവും, ഈ രീതിയിലായിരിക്കണം ഇൻട്രസ്റ്റ് റേറ്റുകളൊക്കെ കൊടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ നമുക്കറിയാം ബാങ്കിൽ നിന്നൊക്കെ ഇൻട്രസ്റ്റ് റേറ്റുകൾ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നും ഒത്തിരി ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൂട്ടി അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് അബ്യൂസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഒരു ലോനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു റൂളിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതിനെയാണ് നമ്മൾ അബ്യൂസ് എന്ന് പറയുന്നത്. സോ കോമൺ ആയിട്ടുള്ള അബ്യൂസിൻ്റെ എക്സാമ്പിൾസ് ആണ് പ്രൊവൈഡിങ് അൺനെസസറി മെഡിക്കൽ സർവീസസ്, പെർഫോമിംഗ് സർവീസസ് ദാറ്റ് ആർ നോട്ട് മെഡിക്കലി നെസസറി ടു ഇൻക്രീസ് റീഇംബേഴ്സ്മെൻറ്റ്. ഒരു അൺനെസസറി ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ യൂഷ്വലി പറയുന്നത് എന്താ, മെഡിക്കൽ നെസസിറ്റി അനുസരിച്ചാണ് നമ്മൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. പക്ഷേ അതിന് പകരം അവിടെ ഒരു മെഡിക്കൽ നെസസിറ്റി ഇല്ലാത്ത സിറ്റുവേഷനിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്താ, സർവീസ് പ്രൊവൈഡ് ചെയ്താൽ റീഇംബേഴ്സ്മെൻറ്റ് കൂടുതൽ വേണം. അതിന് വേണ്ടിയിട്ട് അൺനെസസറി ആയിട്ട് മെഡിക്കൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മൾ അബ്യൂസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. Next one, improper billing practices. Consistently making coding errors that lead to overpayment. Overpayment ആയിട്ട് വരാൻ വേണ്ടിയിട്ട്, അതായത് എക്സ്ട്രാ പേയ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ബില്ലിംഗ് എറേഴ്സ് വരുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ കോഡിങ്ങിൽ എറർ വന്നാൽ നമുക്ക് ആ ഒരു ബില്ല് വരുമ്പോൾ അതിലും എറർ വരും, എക്സ്ട്രാ പേയ്മെൻറ്റ് കിട്ടും. സോ ഇംപ്രോപ്പർ ബില്ലിംഗ് പ്രാക്ടീസസ് ചെയ്യുന്നതും ഒരു അബ്യൂസാണ്. Next one, violating the standards of professional conduct. Engaging in practices that are unethical or that violate professional standards which can affect the quality of care provided to patients. യൂഷ്വലി ഉള്ള ഒരു സ്റ്റാൻഡേർഡ് മാറി ഒരു പ്രൊഫഷണലി ഉള്ള സ്റ്റാൻഡേർഡിനൊക്കെ വയലേറ്റ് ചെയ്ത് ഒരു അൺഎത്തിക്കൽ ആയിട്ടുള്ള രീതിയിൽ
കാര്യങ്ങളെയൊക്കെ ഡീൽ ചെയ്യുന്നതും പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സിനെ വയലേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള പേഷ്യൻസിന് കൊടുക്കുന്ന കെയറിൽ ആ ഒരു ക്വാളിറ്റീനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സർവീസസ്, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെയാണ് വയലേഷനിൽ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം അബ്യൂസായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഉള്ള പവറിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അബ്യൂസ് എന്ന് പറയുന്നത്. So both fraud and abuse undermine the integrity of the healthcare system, increase cost for patients and payers, and can result in several legal penalties, including fines, imprisonment, and exclusion from participation in federal healthcare programs. സോ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഫ്രോഡും അബ്യൂസൊക്കെ വരുമ്പോൾ എന്താ, അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ഇൻറ്റഗ്രിറ്റീനെ തന്നെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ പേഷ്യൻസിനും പേയേഴ്സിൻ്റെയൊക്കെ പേയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഇങ്ങനെയുള്ള ഫ്രോഡും അബ്യൂസും വരുമ്പോൾ പേയ്മെൻറ്റിനെയാണ് അത് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ഓവർ പേയ്മെൻറ്റിനൊക്കെ ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ കുറേ ലീഗൽ പെനാൽറ്റീസ്, ഇത് വൺസ് ഫൈൻഡ് ചെയ്താൽ അത് ലീഗൽ പെനാൽറ്റീസിലേക്ക് പോകും. ലൈക്ക് ഫൈൻ, ഇംപ്രിസൺമെൻറ്റും അതുപോലെ എക്സ്ക്ലൂഷൻ ഫ്രം ഹെൽത്ത് കെയർ പ്രോഗ്രാംസും ഒക്കെ വരാനുള്ള ചാൻസും ഉണ്ട്. In between, I am conducting a CPC preparation class. 15 days class ആണ്, കംപ്ലീറ്റ്ലി ഓൺലൈൻ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ്. സോ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് പ്ലീസ് ഡു കോൺടാക്ട് മീ. എയ്തർ മെയിൽ ചെയ്യുക, medcoda0907@gmail.com ആണ് മെയിൽ ഹാൻഡിൽ വരുന്നത്. ആൻഡ് ഇൻസ്റ്റഗ്രാം ID വരുന്നത് മെഡിക്കൽ കോഡ സർട്ടിഫൈഡ് ആണ്. സോ അതിൽ DM ചെയ്യുക. താങ്ക് യു.